ഹലോ ഡിയേഴ്സ്, ഡാൻഡ്രഫ്, ഹെയർ ഫോൾ അങ്ങനെ തുടങ്ങിയ നമ്മുടെ മുടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ്. എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ഏത് വെളിച്ചെണ്ണയായിരുന്നാലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കുകയാണ്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ് എണ്ണ ചൂടാക്കുന്നത്. സാധാരണ ഒരു ബൗളിൽ വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ മുകളിലൊരു ബൗളിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ചൂടാക്കുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും എളുപ്പപ്പണി ഇഷ്ടമായതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഹോട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഹെയർ ലെങ്ത് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ഉള്ളിലാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുടിക്ക് ലെങ്ത് ഇല്ലാത്തത്. അപ്പം നമുക്ക് മെയിനായിട്ട് എടുക്കാനുള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളവും ഉലുവയും കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. തലേ ദിവസമേ കുതിർത്തതായതുകൊണ്ട് നമ്മുടെ ഉലുവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൈവച്ച് തന്നെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുമ്പോഴത്തേക്കും ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവേ. കഞ്ഞിവെള്ളത്തിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നതിന് എല്ലാവർക്കും അറിയാമല്ലോ. ഹെയറിനും സ്കിന്നിനൊക്കെ ഭയങ്കര എഫക്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഞാനത് സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിവെക്കാം. ഈ ജലദോഷം, തുമ്മൽ, അലർജി, ശ്വാസം മുട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഹെയറിൽ ഷാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 100% എഫക്റ്റീവ് ഉള്ളൊരു സംഭവം.